ഹലോ ഫ്രണ്ട്സ്, അണ്ടർ കവർ ഹൈസ്കൂൾ എപ്പിസോഡ് 5 സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ സീനിയറും ഈ മൂവർ സംഘം നല്ല പ്രാർത്ഥനയിലായിരിക്കും. അവരുടെ വിശ്വാസപ്രകാരമായിട്ട് അവർ നന്നായിട്ട് തന്നെ പ്രയർ ചെയ്യുന്നതും ഇവരുടെ ഒക്കെ ലക്ഷ്യം മിഡ് ടേം എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഹീസുവിന് നല്ല മാർക്ക് കിട്ടണമെന്നായിരിക്കും. പിന്നീട് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതും ഹീസു ആണെങ്കിൽ നന്നായിട്ട് എക്സാം എഴുതുന്നതൊക്കെയാണ് കാണിക്കുന്നത്. ആ ടൈമിൽ ഓസു ആണെങ്കിൽ ഇവനിങ്ങനെ നോക്കുന്നതും, അതായത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലാസ്റ്റിൻ്റെ ബാക്കി എന്താ ഉണ്ടായി എന്ന് ഇവൾ ആലോചിക്കുന്നതിലൂടെയാണ് കാണിക്കുന്നത്. അലമാരയിൽ നിന്നും ഹ്യൂന് വീഴുന്ന ടൈമിൽ ഇവളാണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ആരെങ്കിലും ഒന്ന് വ്യക്തമാക്കി തരുമെന്ന് ചോദിക്കുമ്പോൾ സീനിയർ ആണെങ്കിൽ സർപ്രൈസ് എന്നാണ് കേട്ടോ അവിടെ പറയുന്നത്. അപ്പോൾ ലേഡി സ്റ്റാഫ് ആണെങ്കിൽ അതെ സർപ്രൈസ് ആണ്, ഞങ്ങൾ ഇവൻ പാർട്ട് ടൈം ജോലി ചെയ്യുന്നിടത്ത് എംപ്ലോയീസ് ആണ്, ഇത് ഞങ്ങളുടെ ബോസ് ആണെന്ന് പറഞ്ഞ് സീനിയറെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും, അല്ല നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്ന ഓസുവിനോട് അത് പിന്നെ സർപ്രൈസ് കൊടുക്കാനാന്നൊക്കെ പറയുമ്പോൾ, അല്ല അപ്പോൾ ഇയാളും ഒന്ന് താഴത്ത് കിടക്കുന്ന ഹ്യൂനിനെ ചൂണ്ടിക്കാണിച്ച് ചോദിക്കുന്നുണ്ട്. ആളും ഞങ്ങളുടെ കൂടെയുള്ള എംപ്ലോയി ആണെന്ന് ഇവൾ പറയുന്നതും ഇവളത് ആദ്യം വിശ്വസിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അല്ല ഈ അകത്തെന്തിനാ നിങ്ങൾ ഷൂസ് ഇട്ട് കയറി എന്ന് സീനിയറിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല സർപ്രൈസ് കൊടുക്കാനാന്നല്ലേ നിങ്ങൾ പറഞ്ഞത്, പക്ഷേ ഓൾറെഡി ഹീസു വീടിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ലേ, പിന്നെ എന്ത് സർപ്രൈസ് കൊടുക്കാനാന്ന് ചോദിക്കുമ്പോൾ ഇവർ ശരിക്കും പെട്ടുപോകുന്നുണ്ട്. ലേഡി സ്റ്റാഫ് ആണെങ്കിൽ ഇവളെന്താ ഷെർലക് ഹോംസ് എങ്ങാനും ആണോ എന്ന് ചോദിക്കുന്നതും പെട്ടെന്ന് തന്നെ ഒരു വഴിയില്ലാത്തത് കൊണ്ട് ഹീസു അവിടെ ബോധം കെട്ടി വീഴുന്നുണ്ട് കേട്ടോ. അയ്യോ മോനെ എന്താ പറ്റിയെന്ന് ചോദിച്ച് സീനിയർ ആണെങ്കിൽ ഒന്നൊന്നര ആക്ട് അവിടെ കാഴ്ച വെക്കുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന ഇവളാണെങ്കിൽ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ലേഡി സ്റ്റാഫ് ആണെങ്കിൽ മിണ്ടി പോകരുത്, നിങ്ങൾ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഓൾറെഡി വയ്യാത്തൊരു പയ്യന്, അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുമോ എന്ന് ചോദിച്ച് ഇവളോട് ഒരു ആവശ്യമില്ലാതെ ചൂടാകുന്നതും, ഇവരാണെങ്കിൽ ഹോസ്പിറ്റലിലേക്കാന്ന് പറഞ്ഞു പോകുമ്പോൾ ഞാനും വരാമെന്ന് പറഞ്ഞിട്ട് ഹോസ് ഇവരുടെ കൂടെ പോകാൻ നോക്കുമ്പോൾ ലേഡി സ്റ്റാഫ് ആണെങ്കിൽ ഇവളെ തള്ളുന്നതും, വന്നു പോകരുത് നീ കാരണം ഇതൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇവൾ അവിടെ നിന്നും പോകുന്നത്. ഇതൊക്കെ ആലോചിച്ചെടുക്കുന്ന ഹോസു ആണെങ്കിൽ എന്തോ എവിടെയോ തകരാറില്ലേ എന്ന് ചിന്തിക്കുന്നതും, പിന്നീട് എക്സാം ഒക്കെ കഴിയുന്ന ടൈമിൽ പേപ്പർ കൊടുക്കുന്ന ഹീസു ആണെങ്കിൽ ഹോസുവിനെ കണ്ണിലേക്കൊന്നും നോക്കുന്നില്ല. ഇവർക്ക് രണ്ടുപേർക്കും ഒരു ചളുപ്പ് ഫീലൊക്കെ ഉണ്ട്. ഇതേ ടൈമിൽ ഹ്യൂനാണെങ്കിൽ ആ ഒരു കിസ്സോട് കൂടിയിട്ട് ഇവന്റെ ക്യാരക്ടർ അങ്ങ് മാറുകയാണ് കേട്ടോ. ഇവനാണെങ്കിൽ ഈ ലേഡി സ്റ്റാഫ് വരുമ്പോഴേക്കും എങ്ങനെയപ്പോൾ പറയുക, കുറേ കാലമായി ഞാൻ വിചാരിക്കുന്നു നമ്മൾ ഇത്ര പെട്ടെന്ന് അടുക്കുന്നൊന്നും വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നതും, ഇവളങ്ങോട്ട് വരുന്ന ടൈമിൽ അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ഈ ലേഡി സ്റ്റാഫ് ഇവന്റെ സീനിയർ ആയതുകൊണ്ട് തന്നെ മാഡം എന്നാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ ഇവളാണെങ്കിൽ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ഇത്തരത്തിലൊരു പ്രൊപ്പോസൽ അങ്ങ് ഇറക്കുന്നുണ്ട്. അതായത് ഈ പ്രണയം എന്ന് പറഞ്ഞാൽ ഒരു കുറ്റമാണെങ്കിൽ ഞാൻ ജയിലിൽ കിടക്കുന്ന ഒരു തടവ് പുള്ളിയാണെന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത ഫിലോസഫി അടിക്കുന്ന ടൈമിൽ ഇത് മനസ്സിലാക്കുന്ന ലേഡി സ്റ്റാഫ് ആണെങ്കിൽ ഒരെണ്ണം അങ്ങ് വെച്ച് തന്നാലുണ്ടല്ലോ നിന്റെ ഈ സ്കൾ അങ്ങ് പുറത്തേക്ക് വരും, ഇനി മേലെ ഇതുപോലെ സംസാരിച്ചു കഴിഞ്ഞാൽ അറിയാലോ നീ എൻ്റെ ജൂനിയർ മാത്രമാണെന്നൊക്കെ പറഞ്ഞ് ഇവൾ അവിടെ നിന്ന് പേടിപ്പിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. ഇതൊക്കെ കാണുന്ന ഹ്യൂനാണെങ്കിൽ ആളുടെ ഈ ഒരു വേർഷൻ കാണാൻ നല്ല രസമാന്ന് പറയാണ്. ഇവർ പോകുന്നത് സീനിയറിനെയും ഹീസുവിനെയും ഹോട്ടലിൽ മീറ്റ് ചെയ്യാനാണ് കേട്ടോ. ആ ടൈമിൽ അങ്ങോട്ട് എത്തുന്ന ഹ്യൂനാണെങ്കിലോ ഈ ചിക്കൻ പീസസ് ഒക്കെ ഇവൾക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നതും ആദ്യം ഇവളുടെ പേരാണ് വിളിക്കുന്നത്. ഇത് കേൾക്കുന്ന സീനിയറും ഹീസും ഇവരിങ്ങനെ നോക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഹ്യൂന് അല്ലേ മാഡം എന്ന് ചോദിക്കുന്നതും ഇവൾക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട്. സീനിയർ ആണെങ്കിൽ അല്ല നിങ്ങൾക്ക് തമ്മിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടല്ലോ, എന്താ ഞങ്ങൾ അറിയാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ലേഡി സ്റ്റാഫ് ആണെങ്കിൽ എന്ത് ഞങ്ങൾക്കിടയിൽ ഒന്നുമില്ലെന്ന് പറയുന്നതും, അല്ല എന്തായി ആ ടീച്ചർ ഇന്നലത്തെ സംഭവത്തെ പറ്റി എന്തെങ്കിലും ചോദിച്ചു എന്ന് ഹീസുവിനോട് ചോദിക്കുന്ന ടൈമിൽ ഒന്നും ചോദിച്ചൊന്നുമില്ല, അവൾക്ക് എന്നാലും സംശയമൊക്കെ തോന്നിയിട്ടുണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ പിന്നെ സംശയം തോന്നാതെ സ്വന്തം അലമാരയിൽ നിന്ന് 2-3 ആളുകൾ അങ്ങ് ചാടുന്നു. എന്നിട്ട് കൊളീഗ്സ് ആണെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നതും, എന്തായാലും അവളെ ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് സീനിയർ അവിടെ പറയുന്നത്. പിന്നീട് ഈ സോജു ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ സീനിയറിന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുന്ന ഹ്യൂന് ലേഡിക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് കാണുന്ന സീനിയറിന് മറ്റും ഡൗട്ട് അടിക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ ഇവനെ കൊണ്ട് തോറ്റു എന്നാണ് കേട്ടോ ചിന്തിക്കുന്നത്. ആ ടീച്ചറായിട്ട് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്ന ടൈമിൽ ഇവനാണെങ്കിൽ തലേ ദിവസം നടന്ന കിസ്സിങ് സീനാണ് ആലോചിച്ചെടുക്കുന്നത്. എന്നിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നതും, അങ്ങനെ പറഞ്ഞാലും പരുങ്ങുന്ന ഹീസുവിനെയാണ് കാണിക്കുന്നത്. ഹോസു ആണെങ്കിൽ ഹീസുവിനെ പറ്റിയിട്ടുള്ള സംശയങ്ങളൊക്കെ റിയയോട് പറയുന്നുണ്ട്. എന്നാലും അവൻ എന്തായാലും ഒരു സ്റ്റുഡൻ്റ് ആകാൻ സാധ്യതയില്ല, എനിക്ക് നല്ല സംശയമുണ്ട്. അന്ന് ആ ഹോൾഡ് ഹൗസിൽ വെച്ചിട്ട് ഒരുത്തനെ ഞാൻ കണ്ടില്ലേ, ഇവൻ തന്നെയാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അത് മാത്രമല്ല തലേ ദിവസം ഇവൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന ടൈമിൽ അവിടെ ഒരു കാർ ഉണ്ടായിരുന്നു. ആ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് ഞാൻ ചെക്ക് ചെയ്ത ടൈമിൽ ഇവൻ്റെ രജിസ്ട്രേഷനിലാണ് ആ കാർ കിടക്കുന്നത്. ഒരു ഹൈസ്കൂളറായ വെറും 17 വയസ്സുള്ള ഇവൻ എങ്ങനെയാണ് ലൈസൻസ് കിട്ടിയെന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ റിയയാണെങ്കിൽ അത് പിന്നെ ആള് കുറേ ആയിട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കും, വയസ്സൊക്കെ കൂടുതലുണ്ടായിരിക്കും, അതും അല്ലെങ്കിൽ ഇത് ഫേക്ക് ആയിട്ട് ഉണ്ടാക്കാലോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവൻ്റെ എല്ലാ റെക്കോർഡ്സും നോക്കി, എല്ലാ റെക്കോർഡ്സിലും അവന് 17 വയസ്സ് തന്നെയാണ്. അപ്പോൾ ആ ലൈസൻസിൻ്റെ കാര്യം എനിക്ക് നല്ല ഡൗട്ട് അടിക്കുന്നുണ്ട്, അവനൊരു സ്റ്റുഡൻ്റ് അല്ല, ഭ്രാന്ത് പിടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ റിയയാണെങ്കിൽ
നീ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തിട്ട് എന്തിനാ ഓരോ പുലിവാല് പിടിക്കുന്നത്? നിനക്കൊന്ന് സമാധാനമായിട്ട് ഇരുന്നൂടെ എന്നാണ് അവിടെ ചോദിക്കുന്നത്. അങ്ങോട്ട് വരുന്ന അമ്മയാണെങ്കിൽ എടി നീ പറയുന്നത് അന്ന് വന്ന പയ്യനെ പറ്റിയിട്ടാണോ എന്ന് അവിടെ ചോദിക്കുമ്പോൾ റിയയാണെങ്കിൽ ഏത് പയ്യൻ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. അതായത് ഇവരുടെ കടയിൽ അന്ന് ഫൈറ്റ് ഉണ്ടായപ്പോൾ ഇവനാണല്ലോ രക്ഷിച്ചത്, അതാണ് അമ്മ അവിടെ ചോദിക്കുന്നത്. എന്തായാലും ഫിറ്റായ ഹോസു ഇവളുടെ വീടാണെന്ന് കരുതി തൊട്ടടുത്തുള്ള ഇവന്റെ വീട്ടിലേക്കാണ് കയറി ചെല്ലുന്നത് കേട്ടോ. എന്നിട്ട് ഈ കോണിംഗ് ബെൽ അടിക്കുന്ന ടൈമിൽ ക്യാമറയിലൂടെ ഇത് കാണുന്ന ഇവനാണെങ്കിൽ പെട്ടുപോകുന്നുണ്ട്. ഇവന്റെ വീട് ഇവിടെ അല്ല എന്നാണല്ലോ ഒരു വെപ്പ്. ഇവനാണെങ്കിൽ ഇവളെന്താ ഇവിടെ എന്ന് ചോദിക്കുന്നതും ഇവളാണെങ്കിലും അമ്മയെ വാതിൽ തുറക്കുന്നൊക്കെ പറയുമ്പോൾ ഇവൻ ശബ്ദം മാറ്റിയിട്ട് അതെ ഇത് നിങ്ങളുടെ അമ്മ ഇവിടെ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ എന്ത് പറ്റി അമ്മ ശബ്ദത്തിന് കോൾഡ് ആണോ എന്നൊക്കെ ചോദിക്കുന്നതും ഇത് കേൾക്കുന്ന ഹീസു ആണെങ്കിൽ അയ്യോ നിങ്ങൾക്ക് വീട് മാറിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിൽ നന്നായി ഫിറ്റ് ആയതുകൊണ്ട് തന്നെ അമ്മ ഐ ലവ് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഡാൻസും മറ്റും കളിക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണുന്ന ഹീസുവിനാണെങ്കിൽ ചിരി വരുന്നതും അങ്ങോട്ട് വരുന്ന അമ്മയാണെങ്കിൽ ഓ തലവേദന പിടിപ്പിക്കും, ഇത് നമ്മുടെ വീടല്ല സോറി എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും പോകുന്നതും ഹീസു ആണെങ്കിൽ പിന്നീട് ഇറങ്ങി വന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇതെന്താ ഇവിടെ കുറേ ചവിട്ടുപടി ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവളാണെങ്കിൽ ഇവളുടെ വീട്ടിലേക്ക് പോകുന്നതും ഇത് കാണുന്ന ഹീസുവിൻ്റെ കിളി പോകുന്നുണ്ട്. ദൈവമേ ഇവൾക്ക് വേറെ എവിടെയും വീട് കണ്ടില്ലേ, ഇവിടെ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു എന്നൊക്കെ ഇവൻ ചിന്തിക്കുന്നതും പെട്ടെന്ന് തന്നെ ആരോ നോക്കുന്നുണ്ടെന്ന് സംശയം തോന്നിയിട്ട് ഹോസ് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവൻ നൈസായിട്ട് എസ്കേപ്പ് അടിക്കുന്നുണ്ട്. അങ്ങനെ റിസൾട്ട് വരുന്ന ദിവസമായിരിക്കും കേട്ടോ. പിള്ളേരെല്ലാം തന്നെ ഇതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. എൻ്റെ റാങ്ക് എന്തായാലും കൂടാൻ സാധ്യതയുണ്ട്, എത്രയാകുമെന്ന് ചോദിക്കുമ്പോൾ ഒരു 10 കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ ഇവനൊന്ന് സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. കാരണം ആ 10ാമത്തെ റാങ്കാണ് ഇവൻ്റെ അവസാനത്തെ ഒരു ഹോപ്പ്. ആ ടൈമിലാണ് ഹോസ് അങ്ങോട്ട് വരുന്നതും എല്ലാവർക്കും കാർഡൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവന് കാർഡ് കൊടുക്കുന്ന ടൈമിൽ വെരി ഗുഡ് എന്നൊക്കെ പറയുന്നതും ഇവനാണെങ്കിൽ പേടിച്ചിട്ട് എത്രയാ റാങ്ക് എന്നൊന്നും നോക്കുന്നില്ല കേട്ടോ. പിന്നീട് ഇവൻ നൈസായിട്ട് ഇതിങ്ങനെ പതുക്കെ മാറ്റി നോക്കുന്നതും ആ സീൻ അവിടെ കട്ട് ചെയ്ത് ഇവൻ്റെ റിസൾട്ട് എന്തായെന്ന് അറിയാതെ ഈ മൂവർ സംഘം ടെൻഷൻ അടിക്കുന്ന ടൈമിൽ തോറ്റിട്ടുണ്ടായിരിക്കും. തോറ്റു എന്ന് എനിക്ക് തോന്നുന്നെന്ന് ഹ്യൂൻ പറയുന്ന ടൈമിലാണ് ഇവൻ്റെ കോള് വരുന്നതും ഞാൻ അങ്ങനെ വിജയിച്ചു, എനിക്ക് 10ാമത്തെ റാങ്കാ കിട്ടിയെന്ന് പറയുമ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇവർക്ക് അങ്ങ് ഹാപ്പി ആകുന്നുണ്ട്. സീനിയറും ലേഡീസ് സ്റ്റാഫും ഹഗ് ചെയ്യുന്ന ടൈമിൽ ഹ്യൂനാണെങ്കിൽ സീനിയറിനെ തള്ളി മാറ്റിയിട്ട് ഇവളെ ഹഗ് ചെയ്യാൻ വരുന്നതും ഇവളാണെങ്കിൽ കണക്കിന് ഇവനിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സീനിയർ ആണെങ്കിൽ പ്രൗഡ് ഓഫ് യു മൈ സൺ, എനിക്ക് സന്തോഷമായി എന്നൊക്കെ പറയുന്നതും ഇതൊക്കെ എന്തെന്ന് പറഞ്ഞ് ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കുന്ന ഹീസുവിനെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ സീനിയർ ആണെങ്കിൽ അല്ല യോങ്ജുവിൻ്റെ മാർക്ക് എന്തായി എന്ന് സ്വന്തം മകളുടെ മാർക്ക് ഇപ്പോഴാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവനാണെങ്കിലും അതിനെ പറ്റിയിട്ടാണ് പറയേണ്ടത്, അവളെ പറ്റി ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല എന്ന് പറയുന്നതും അതായത് അവൾക്കായിരിക്കും സ്കൂളിലെ ഫസ്റ്റ് റാങ്ക്. എപ്പോഴും തനിക്ക് കിട്ടാറുള്ള ഫസ്റ്റ് റാങ്ക് ഇപ്പോൾ കിട്ടാത്തത് കൊണ്ട് തന്നെ എന്നയുടെ മുഖത്ത് നല്ല വിഷമമുണ്ടായിരിക്കും. യങ്ജൂൻ ആണെങ്കിലോ ഫസ്റ്റ് റാങ്ക് കിട്ടി എന്ന് അതങ്ങ് സന്തോഷിക്കാനും കഴിയുന്നില്ല കേട്ടോ. എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവളാണെങ്കിലും ഒരു മുഖത്ത് ഫേക്ക് ആയിട്ടുള്ള ഒരു ഹാപ്പിയൊക്കെ കാണിച്ചിട്ട് കൺഗ്രാറ്റുലേഷൻസ് എന്നൊക്കെ പറയുന്ന ടൈമിൽ അല്ല ഇതെന്തോ ഒരു ലക്കിൽ കിട്ടിയതാന്ന് പറയുന്നതും അങ്ങനെ ലക്കിനൊന്നും മാർക്ക് കിട്ടത്തില്ല എന്ന് പറയുന്ന എനയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ എന്തായാലും നിന്നെ തോൽപ്പിക്കുന്നുണ്ടെന്നാണ് കേട്ടോ അവിടെ പറയുന്നത്. എന്തായാലും ആ ക്ലാസ്സിലാണെങ്കിൽ ചെറിയ ചെറിയ മുറുമുറുപ്പൊക്കെ നടക്കുന്നുണ്ട്. അതായത് എന്നാലും അവൾക്ക് സെക്കൻഡ് ആണല്ലോ കിട്ടിയത്, നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് ഇവളാണെങ്കിൽ നല്ല വിഷമത്തിൽ ഈ സ്റ്റുഡൻറ് കൗൺസിൽ റൂമിലേക്ക് വരുന്ന ടൈമിൽ ഈ ഹെഡ്സെറ്റ് വെച്ച ഒരുത്തൻ്റെ ലാപ്ടോപ്പ് അവിടെ ഉണ്ടായിരിക്കും കേട്ടോ. സോ ഇവളെ ഇല്ലാത്ത ഒരു ഗ്രൂപ്പ് ചാറ്റാണ് അവിടെ കാണുന്നത്. എന്തൊക്കെയായിരുന്നു, എത്ര ട്യൂഷനായി എന്നെ പോകുന്നത്, എന്നിട്ടും കണ്ടില്ലേ ഒരു ട്യൂഷന് പോകാത്ത യങ്ജുന ഫസ്റ്റ് റാങ്ക് കിട്ടിയത്. അവളുടെ അഹങ്കാരം ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരിക്കും. ചെയർമാൻ്റെ മകളാന്ന് പറഞ്ഞു ഒരു രാജ്ഞിയെ പോലെയല്ലേ അവൾ വിലസുന്നതെന്നൊക്കെ ഈ ഒരു മെസ്സേജസ് ഒക്കെ വായിക്കുമ്പോൾ എനിക്കങ്ങ് ദേഷ്യവും വിഷമൊക്കെ വരുന്നുണ്ട്. അങ്ങോട്ട് വരുന്ന ഹെഡ്സെറ്റുകാരനാണെങ്കിൽ ഇത് മൊത്തം നീ വായിച്ചോ, അല്ല അത് വിനയെന്നൊക്കെ പറഞ്ഞങ്ങ് വിൽക്കുമ്പോൾ ഞാനില്ലാത്ത ഏത് വാട്സപ്പ് ഗ്രൂപ്പാണ് ഇതെന്ന് ചോദിക്കുന്ന എനയാണെങ്കിൽ ഞാനിവിടെ ഒരു രാജകുമാരിയെ പോലെയാണോ പെരുമാറാറെന്ന് ചോദിക്കുമ്പോൾ അയ്യോ എല്ലാം വായിച്ചല്ലേ എന്ന് ഇവനിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എനയാണെങ്കിൽ എന്തായാലും ഞാനില്ലാത്ത ഈ ഗ്രൂപ്പിൽ എന്നെ അങ്ങ് പെട്ടെന്ന് ആഡ് ചെയ്തേക്കെന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്നും പോകുന്നതും ഇവനാണെങ്കിൽ ആകെ ടെൻഷനും അതുപോലെ ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓപ്പൺ ആയിട്ട് ഇവളുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും ഇവളെന്നെ മാറ്റി നിർത്തിയിട്ട് ഇവളെ പറ്റി നന്നായി കുറ്റം പറയുന്നുണ്ടല്ലോ. ഹോസു ആണെങ്കിൽ ഇവളുടെ ഡൗട്ട് ഒന്നും മാറിയിട്ടുണ്ടായിരിക്കില്ല. ഹീസുവിന്റെ പേര് നന്നായി തന്നെ ഈ നെറ്റിലും മറ്റും സെർച്ച് ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് വരുന്ന സെക്യൂരിറ്റിക്കാരനാണെങ്കിൽ അല്ല മോളെ ബെല്ലടിച്ചത് കേട്ടില്ലേ, ക്ലാസ്സിലേക്ക് പോകുന്നില്ലെന്ന് ചോദിക്കുന്നതും പെട്ടെന്ന് ഇയാൾ വരുന്നത് കൊണ്ട് തന്നെ ഇവൾ ആദ്യം ഒന്ന് ഷോക്കാകുന്നുണ്ട് കേട്ടോ. ഇയാൾ കുറേ നേരമായിട്ട് എൻ്റെ പിന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു, ഇയാൾക്ക് വേറെ പണിയില്ലേ എന്ന് പറഞ്ഞ് ഹോസു അവിടെ നിന്നും പോകുന്ന ടൈമിൽ ഈ സെക്യൂരിറ്റിക്കാരൻ്റെ ഫേസ് എക്സ്പ്രഷൻ അത്ര ശരിയായിട്ട് നമുക്ക് തോന്നുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ഈ ചെയർവുമൺ ആണെങ്കിൽ ഒരു എഡിറ്ററെ മീറ്റ് ചെയ്യുകയാണ് കേട്ടോ. അതായത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു എഡിറ്ററാണ്. സോ ഈ എഡിറ്റർ ഇവളെ പറ്റിയിട്ടും ഇവളുടെ ആ ഒരു പ്രൊജക്റ്റിനെ പറ്റിയിട്ടൊക്കെ എഴുതുകയാണെങ്കിൽ ഇവർക്ക് നല്ല നേട്ടം ഉണ്ടായിരിക്കും. അതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന ടൈമിൽ നിങ്ങൾ എന്താ എന്നെ കാശ് കൊടുത്ത് വിലയ്ക്ക് വാങ്ങാൻ വന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നതും അതായത് എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ ഞാൻ എഴുതും, അങ്ങനത്തെയൊക്കെ ഒരു റൂട്ടായിരിക്കും കേട്ടോ ഇയാളുടെ. ഇവളാണെങ്കിൽ ഉള്ളത് പറയാലോ, ഞാൻ എനിക്ക് ആവശ്യമായിട്ടുള്ള അതായത് ഗുഡ് ന്യൂസസ് ഉണ്ടാക്കാറാണ് പതിവ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ നല്ല പൈസ തന്നെ തരാമെന്ന് പറയുമ്പോൾ ഇയാൾ അങ്ങ് ദേഷ്യത്തിൽ എനിക്കിങ്ങനെയൊന്നും താല്പര്യമില്ല, ഞാൻ ഇങ്ങനെ എത്തിക്സ് ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യാറില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി പോകുന്നതാണ് കാണിക്കുന്നത്.
തിരിച്ചു പോകുന്ന ചെയർവുമൺ ആണെങ്കിൽ പ്രിൻസിയോട് അയാളെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുന്നതും പ്രിൻസി ആണെങ്കിലോ ഹീസുവിനെ ഇനി സ്റ്റുഡൻറ് കൗൺസിലിൽ എത്രയും പെട്ടെന്ന് തന്നെ ചേരാന്ന് പറയുമ്പോൾ ആഹാ മാർക്ക് വന്നല്ലോ അല്ലേ, എത്രയാ മാർക്ക് എന്ന് ചോദിക്കുമ്പോൾ 10th റാങ്ക് ആണെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ചെയർവുമൺ ആണെങ്കിൽ ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിചാരിച്ച പോലെയല്ല, അവൻ നന്നായി പഠിക്കുമല്ലെന്ന് പറയുമ്പോൾ പ്രിൻസി ആണെങ്കിൽ അതെ എന്നയുടെ കാര്യത്തിൽ ചെറിയ പ്രശ്നമുണ്ട്, ആളുടെ റാങ്കിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ റിപ്പോർട്ട് കാർഡ് കൊടുക്കുന്ന ടൈമിൽ ഇത് കാണുന്ന ഈ ചെയർവുമൺ ആണെങ്കിലും എത്രയും പെട്ടെന്ന് സ്കൂളിലേക്ക് പോകാനാണ് പറയുന്നത്. ഇതേ ടൈമിൽ സ്കൂളിലാണെങ്കിൽ ഹീസു ഈ ചേരാനുള്ള ആപ്ലിക്കേഷൻ ഫോമൊക്കെ ഫില്ലപ്പ് ചെയ്ത് എന്നയുടെ അടുത്തേക്ക് വരുന്നതും ഇവനെ കാണുന്ന പിള്ളേഴ്സ് ആണെങ്കിൽ എന്നാലും നീ വിചാരിച്ച പോലെയല്ല 10th റാങ്ക് ഒക്കെ ഒപ്പിച്ചില്ലേ, നീ ആള് സംഭവം ആട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇവനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനെയാണെങ്കിലും ഇതാ ഡെസ്കിൽ എങ്ങാനും വെച്ചേക്കെന്ന് പറയുന്നതും അല്ല നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകാമെന്നൊക്കെ പറയുന്ന ടൈമിൽ ഇവൾ അങ്ങ് ചൂടാകുന്നുണ്ട്. എല്ലാവരും ആ ടൈമിൽ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ എന്തെങ്കിലും ചൂടാകുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നോട് പറയാമെന്ന് പറയുമ്പോൾ എന്ത് പ്രശ്നം, ഒരു പ്രശ്നവും ഇല്ല എന്ന് ഇവൾ അവിടെ പറയുന്നതും എന്നാൽ ശരി ഞാനിത് അവിടെ ഇട്ടേക്കാന്ന് പറഞ്ഞ് ഹീസു അവിടെ നിന്നും പോകുന്നുണ്ട്. ആ ടൈമിലാണ് എനിക്ക് അമ്മയുടെ മെസ്സേജ് വരുന്നത് ഓഫീസിൽ എത്രയും പെട്ടെന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ്. ഇവളാണെങ്കിലും ആകെ ടെൻഷൻ അടിച്ചിട്ടാണ് ഓഫീസിലേക്ക് പോകുന്നത്. അങ്ങനെ ഡോറിൻ്റെ അവിടെ എത്തുമ്പോൾ ഇവൾക്ക് അത് ഓപ്പൺ ചെയ്യാൻ പോലും കഴിയുന്നില്ല കേട്ടോ. ഇവളുടെ കൈയൊക്കെ നന്നായി ചൊറിയുന്നുണ്ട്. ആ ടൈമിൽ ഡോർ ഓപ്പൺ ആക്കുന്ന അമ്മയാണെങ്കിൽ ആഹാ മോൾ ഇവിടെ നിൽക്കുകയാണോ, അകത്തേക്ക് വരാൻ ഇനി പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇവിടെ വലിച്ച് ഉള്ളിലേക്ക് ആക്കുന്നുണ്ട്. ഡോർ ക്ലോസ് ചെയ്യുന്നുണ്ട്. സംഭവം ആള് നന്നായിട്ടൊക്കെയാണ് സംസാരിക്കുന്നതെങ്കിലും നമുക്ക് എന്തോ ഒരു പേടി ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ സീനിയർ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒത്തുവന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ അവരങ്ങ് ജോയിൻ ചെയ്യിപ്പിച്ചോളൂ എന്ന് ചോദിക്കുമ്പോൾ ഹീസു ആണെങ്കിൽ അതൊന്നും പറ്റത്തില്ല, ഞാനല്ലാതെ വേറെ 2 ആപ്ലിക്കേഷൻ കൂടി വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അയ്യോ അത് പ്രശ്നമായല്ലോ, ഇനി ആ പ്രസിഡന്റ് അവരെ എങ്ങാനും സെലക്ട് ചെയ്യൂ, അവരെന്നല്ല പകരം ഇവനെ സെലക്ട് ചെയ്യണം, അതിനെന്ത് മാർഗ്ഗങ്ങളെന്ന് ചോദിക്കുമ്പോൾ ഹ്യൂനാണെങ്കിൽ ഒരു ട്രഡീഷണൽ മെത്തേഡാണ്, അതായത് ഈ 1000 കൊക്കുകളെ ഉണ്ടാക്കാം, നമ്മൾ 4 പേരുണ്ടല്ലോ 250 വെച്ചിട്ട് ഒരാൾ ഉണ്ടാക്കിയാൽ മതി എന്ന് പറയുമ്പോൾ നല്ല ഐഡിയ, ഇനി നീ വാ തുറക്കേണ്ട എന്ന് പറയുമ്പോൾ ലേഡി സ്റ്റാഫ് ആണെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ് ഒന്നും അല്ല, പക്ഷെ ഒരു ഈസി മെത്തേഡാണ്, അതായത് ഈ സ്റ്റുഡൻറ് കൗൺസിലിലെ എല്ലാ പിള്ളേരെ അങ്ങ് ഹരാസ്മെന്റ് ചെയ്താലോ നന്നായി അങ്ങ് ഭീഷണിപ്പെടുത്താം, നന്നായിട്ട് അങ്ങ് കൈകാര്യം ചെയ്യാം, അപ്പോൾ അവർ പേടിച്ചിട്ട് ഇവനെ അങ്ങ് സെലക്ട് ചെയ്യുമല്ലോ എന്ന് പറയുമ്പോൾ ഹ്യൂനാണെങ്കിൽ നല്ല ഐഡിയ എന്ന് പറയുമ്പോൾ സീനിയർ ഇവളിങ്ങനെ നോക്കുന്നുണ്ട്. കോപ്പിൽ ഐഡിയ, അവസാനം ഞാൻ തന്നെ നാണക്കേടൊക്കെ മാറ്റി വെച്ച് കളത്തിലിറങ്ങേണ്ടി വരും എന്ന് പറയുമ്പോൾ എന്ത് എന്ന് ഇവർ ചോദിക്കുന്നതും പിന്നീട് കാണിക്കുന്നത് എല്ലാവരും കഫ്റ്റീരിയയിൽ ഇരുന്ന് ലഞ്ച് കഴിക്കുന്ന ടൈമിൽ അങ്ങോട്ട് ഹീസ് വരുന്നതും ഈ ഏനയ്ക്ക് ഒരു പ്രത്യേകം തരം വെള്ളം കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തോ ഒരു ഇലയൊക്കെ ഇട്ടിട്ടുള്ള വെള്ളമായിരിക്കും. ആ ടൈമിൽ ഒരു ഹിസ്റ്റോറിക്കൽ ഡ്രാമയിൽ ഹീറോനെ പോലെയാണ് കേട്ടോ ഇവനവിടെ കാണിക്കുന്നത്. ഇതെന്താ ഈ വെള്ളം എന്ന് ചോദിക്കുന്ന ഏനയോട് ഇതൊരു പ്രത്യേക തരം വെള്ളമാണ്, നിന്റെ എനർജി ബൂസ്റ്റ് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞ് ഇവൻ സംസാരിക്കുമ്പോൾ അതായത് ചെറുതായിട്ടൊരു പൈങ്കിളി ഫീലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന എല്ലാവരും മന്ദം വിട്ട് ഇവനെ നോക്കുന്നതും ഞാനിങ്ങനെ വെള്ളം കുടിക്കാറില്ല, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരാറാണ് പതിവെന്ന് ഞാൻ പറയുന്ന ടൈമിൽ അതെ അല്ലേ, അങ്ങനെയാണെങ്കിൽ ഇത് യങ്ചു കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ് അനിയത്തി നോക്കുമ്പോൾ അനിയത്തിയാണെങ്കിൽ ഇങ്ങനെ ദേഷ്യത്തിൽ ഇവനെ നോക്കുന്നതും വേണ്ട ഞാൻ തന്നെ കുടിച്ചോളാന്ന് പറഞ്ഞ് ഇവൻ ധൂമിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ധൂമിനാണെങ്കിൽ എന്തൊക്കെയാണ് നീ കാണിക്കുന്നത്, എന്താ നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ അല്ല എനിക്ക് എങ്ങനെയെങ്കിലും എനിയായിട്ട് ക്ലോസ് ആകണം, പക്ഷെ അത് എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്ന് പറയുന്ന ഹീസുവിനോട് അതെ മുന്നേ ഒന്നും ഡേറ്റിംഗ് ചെയ്തിട്ടില്ലാലേ എന്നാണ് ധൂമിൻ ചോദിക്കുന്നത്. എന്നയുടെ കൂടെയുള്ള ഹെഡ്സെറ്റ് ബോയ് ആണെങ്കിൽ ഇവൻ എന്തോ ഇപ്പോൾ ഇവിടെ കാണിച്ച് ഇവിടെ എന്താ വല്ല ഹിസ്റ്റോറിക്കൽ ഡ്രാമയുടെ ഷൂട്ടിംഗ് നടത്തുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മറ്റു പെൺകുട്ടിയാണെങ്കിൽ എന്നാലും അവൻ ക്യൂട്ടായിട്ടുണ്ടല്ലേ എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ മറ്റൊരു ബോയ് ആണെങ്കിലോ അവൻ നിനക്ക് അപ്ലിക്കേഷൻ തന്നിട്ടില്ലേ, അവൻ്റെ കാര്യം എന്തായി എന്ന് ചോദിക്കുമ്പോൾ ഞാനല്ലേ പ്രസിഡന്റ്, ഞാൻ തീരുമാനിച്ചോളാം എന്നാണ് എന പറയുന്നത്. പിന്നീട് നോട്ടീസ് ബോർഡിൽ ഇവനെ സെലക്ട് ചെയ്തു എന്ന ന്യൂസ് അറിയുന്ന ധൂമിനാണെങ്കിൽ എന്നാലും ആ ഒരു ഇല ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞ് ഡൗട്ട് അടിച്ച് നിൽക്കുന്ന ടൈമിലാണ് ആ ബുള്ളി ഗാങ്സ് അങ്ങോട്ട് എത്തുന്നതും. എന്നാലും നേരത്തെ നീ എന്തോന്നാണ് കാണിച്ചത്, കോമഡി ആയിട്ടുണ്ട്, നിനക്ക് എന്തെങ്കിലും അഡ്വൈസ് വേണമെങ്കിൽ അതും ഈ പെണ്ണുങ്ങളെ വീഴ്ത്തുന്ന കാര്യത്തിൽ എന്നോട് ചോദിച്ചാൽ മതിയായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ധൂമിനാണെങ്കിൽ ഹലോ അത് ഇങ്ങോട്ട് നോക്കിയെന്ന് പറയുമ്പോൾ ഇവന് സെലക്ട് ചെയ്തു എന്ന് ഇവരും അറിയുന്ന ടൈമിൽ കിളി പോകുന്നുണ്ട് കേട്ടോ. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഇവർ പറയുന്ന ടൈമിൽ ഹീസു ആണെങ്കിൽ എൻ്റെ സിൻസിയാരിറ്റി അതവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ സിൻസിയാരിറ്റിയോ എന്ത് സിൻസിയാരിറ്റി എന്നൊക്കെ പറയുന്ന ഇവരാണെങ്കിൽ എന്തായാലും സെലക്ട് ആയാലോ ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഹീസുവിൻ്റെ പൊടി പോലും അവിടെ ഉണ്ടായിരിക്കില്ല. ഇതേ ടൈമിൽ ഹോസു ആണെങ്കിൽ ഹീസു പഠിച്ചിരുന്നു എന്ന് പറയുന്ന മുന്നത്തെ ആ ഒരു സ്കൂളിലേക്ക് വിളിക്കുന്നതും ടീച്ചർ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ടീച്ചർ ഒന്നും അല്ല കേട്ടോ, ലേഡി സ്റ്റാഫാണ് ഫോൺ എടുക്കുന്നത്. എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇവൾ ഹീസുവിനെ പറ്റി സംസാരിക്കുമ്പോൾ ആള് നല്ല പയ്യനാണ്, നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു, അവിടെ എങ്ങനെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നതും ഇവരാണെങ്കിൽ ഈ ഫോണിൽ ബെല്ലടിക്കുന്ന ശബ്ദം ഇങ്ങനെ ആക്കുന്നുണ്ട് കേട്ടോ. ബെല്ലടിച്ചു തിരക്കിലാണെന്ന് പറഞ്ഞ് ഇവർ ഫോൺ കട്ട് ചെയ്യുന്നതും ആ ടൈമിലാണ് അങ്ങോട്ട് ഹീസു എത്തുന്നതും ഇവള് പെട്ടെന്ന് ഷോക്കായിട്ട് ഇവൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും സിസ്റ്റത്തിൽ അതങ്ങ് മാറ്റുന്നുണ്ട് കേട്ടോ. അതെ ഞാൻ ജോയിൻ ചെയ്യാൻ വന്നത് സ്റ്റുഡൻറ് കൗൺസിൽ എന്ന് പറയുമ്പോൾ എല്ലാവരും വീട്ടിലേക്ക് പോയി, ഇനി നാളെ ആകാമെന്ന് പറയുന്നതും അവിടെ ഇവൻ്റെ സിസ്റ്റർ ഉണ്ടായിരിക്കും. ഇവനാണെങ്കിൽ സിസ്റ്ററെ നോക്കുമ്പോൾ സിസ്റ്റർ മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ. പിന്നീട് ഇവൻ സിസ്റ്ററുടെ അടുത്തേക്ക് വരുമ്പോൾ ചേട്ടൻ ഇപ്പം നല്ല സന്തോഷമായിട്ടുണ്ടായിരിക്കില്ലേ എന്നാണ് യങ്ജു ചോദിക്കുന്നത്. ഇവനാണെങ്കിലും നേരത്തെ നീ പറഞ്ഞല്ലോ പാരൻസിനോടൊന്നും പറയരുതെന്ന്, എന്താ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന ഇവനോട് ഞാൻ ചേട്ടനോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു ഇതിൽ മെമ്പർ ആകരുതെന്ന്,
ഇവിടുന്ന് പോകാനും പറഞ്ഞു. പക്ഷേ ചേട്ടൻ എന്നേക്കാളും വലുത് ഈ മിഷൻ ആണല്ലേ എന്ന് അവിടെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലേ മോളെ എനിക്കങ്ങനെ പെട്ടെന്ന് പോകാൻ കഴിയില്ല എന്നൊക്കെ ഇവൻ പറയുന്നതും ഇവളാണെങ്കിൽ ഇനി എന്നെ കണ്ട ഒരു പരിചയം പോലും കാണിക്കേണ്ട, നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുമ്പോൾ ഇവനാണെങ്കിൽ ഇവളോട് ഫസ്റ്റ് റാങ്ക് കിട്ടിയതിൽ കൺഗ്രാജുലേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. എന്ന് ഇവൾ മൈൻഡ് ചെയ്യാതെയാണ് അവിടെ നിന്നും പോകുന്നത്. ഇതൊക്കെ തന്നെ മാറി നിന്നിട്ട് ഏന കാണുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ ഏനയുടെ കൂടെയുള്ള പയ്യനാണെങ്കിൽ നീ എന്തെങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്നെ ഒരു കാര്യം നന്നായി ബോധർ ചെയ്യുന്നുണ്ട്, അതാ ഞാൻ ശ്രദ്ധിക്കുന്നതെന്ന് പറയുന്നു ഇവളോട്. എന്നാലും നീ എന്ത് കണ്ടിട്ട് ഹീസുവിനെ സെലക്ട് ചെയ്തേ, അവനേക്കാളും ക്വാളിഫൈഡ് ആയിട്ടുള്ള മറ്റു രണ്ടുപേരുണ്ടായിരുന്നു എന്ന് പറയുന്നു ഇവനോട്. ഞാൻ ആ പ്രസിഡന്റ്, നീ വൈസ് പ്രസിഡന്റ് ആണെന്ന് കരുതി എല്ലാ കാര്യങ്ങളും നിന്നോട് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അപ്പൊ സ്കൂളിൽ കേൾക്കുന്ന റൂമർ ശരിയാണല്ലേ എന്നാണ് ഇവൻ തിരിച്ചു ചോദിക്കുന്നത്. എന്ത് റൂമർ എന്ന് ചോദിക്കുന്ന ഇവളോട്. അല്ല ഹീസുവിനോട് നിനക്കൊരു താല്പര്യം ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്, അത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ എന്താ ഞാൻ സത്യസന്ധമായിട്ട് ആൻസർ പറയണോ എന്ന് ഇവള് ചോദിക്കുമ്പോൾ ഇവനൊന്നും പറയുന്നില്ല കേട്ടോ. എന്തോ ഇവന് ഇവളോട് എന്തോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നെക്സ്റ്റ് സീനിൽ സീനിയറെ കാണുന്ന ടൈമിൽ സീനിയർ പറയുന്നുണ്ട്, അതായത് ഹോസുവിന് ഡൗട്ട് തോന്നി വിളിച്ചിരുന്നു, ആളെ ഒന്ന് ശ്രദ്ധിക്കണം, മാക്സിമം അവോയ്ഡ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ആളോട് ഓക്കെ പറയുന്നുണ്ടെങ്കിലും ഇവൻ ചിന്തിക്കുന്നത് ഹോം റൂം ടീച്ചർ, അതും കൂടാതെ സ്റ്റുഡൻസ് കൗൺസിലറിന്റെ അഡ്വൈസറായിട്ട് വരുന്നു, ആളെ ഞാൻ എങ്ങനെ അവോയ്ഡ് ചെയ്യുമെന്ന് പറഞ്ഞ് കൗൺസിൽ റൂമിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. ഇപ്രാവശ്യം ഇവന് ലോക്ക് നമ്പർ അറിയാം, അതുപോലെ ID കാർഡ് സ്കാൻ ചെയ്തിട്ടൊക്കെയാണ് വരുന്നത്. ഇവന് വെയിറ്റ് ചെയ്ത് ഓൾറെഡി അവിടെ ആളുകളൊക്കെ ഉണ്ടായിരിക്കും. ഓസു ആണെങ്കിൽ ഇവനെ ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്യുന്നതും മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പോകുമ്പോൾ ഇവനാണെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ എന്തെങ്കിലും കണ്ടുപിടിക്കാന്നുള്ള ഉദ്ദേശമായിട്ട് അവിടെ ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കുന്ന ഓസു ആണെങ്കിൽ എന്താ പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ ഇവിടെ ഫസ്റ്റ് ഡേ ആണല്ലോ, അപ്പൊ ഇതൊക്കെ ഒന്ന് നോക്കി കാണാന്ന് വിചാരിച്ചിട്ടാന്ന് പറയുമ്പോൾ ഇവൾക്ക് ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിലും ആ ശരിയെന്ന് പറഞ്ഞ് ഇവള് പോകുന്നതും ഇവനാണെങ്കിൽ ആ ഒരു താപ്പിൽ ഇവന്റെ കയ്യിൽ അന്ന് കിട്ടിയ ആ ലോക്ക് ഉണ്ടായിരിക്കുമല്ലോ, ആ ഒരു കീ ഉപയോഗിച്ചിട്ട് ഇത് തുറക്കുന്നുണ്ട്. ഇതങ്ങനെ ചെക്ക് ചെയ്യുന്ന ടൈമിലാണ് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഏനയും യോങ്ചും കൂടി അങ്ങോട്ട് വരുന്നതും ഇവനാണെങ്കിൽ എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു താൻ വരുന്നതും കാത്തേ, നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ, ഇവിടേക്ക് ഫസ്റ്റ് ആയിട്ട് വന്നതല്ലേ, അപ്പോൾ ഒരു ഡിന്നർ പ്ലാൻ ചെയ്യുന്നുണ്ട്, യങ്ചും കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ യങ്ചുന് അത് അത്ര താല്പര്യമൊന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ. ഇവളാണെങ്കിലോ പിന്നീട് ഇത് ഏനയെ അറിയിക്കുന്നുണ്ട്, അതായത് എനിക്ക് മറ്റ് പ്ലാൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ എന്ത് പ്ലാൻസ്, അങ്ങനെയാണെങ്കിൽ മുന്നേ പറയായിരുന്നില്ലേ, എനിക്കിങ്ങനെ പെട്ടെന്ന് തീരുമാനങ്ങൾ മാറ്റുന്ന ആളുകളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് എന്തായാലും നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണമെന്ന് വരാമെന്ന് പറഞ്ഞ് ഇവള് ഈ കൈ തുടച്ച ടിഷ്യൂ പേപ്പർ ചുരുട്ടിക്കൂട്ടി യങ്ചുവിന് കൊടുത്തിട്ടാണ് കേട്ടോ അവിടെ നിന്നും പോകുന്നത്. നൈസായിട്ട് ഇന്ന് നൈറ്റിൽ എന്തായാലും വന്നേ പറ്റൂ എന്ന് ഇവളവിടെ പറയാതെ പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ സീനിയറും മറ്റുമാണെങ്കിൽ ഈ ഓസുവിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോൾ ലേഡി സ്റ്റാഫ് ആണെങ്കിൽ അവളെ അങ്ങ് തീർത്താലോ എന്ന് സീരിയസ് ആയിട്ട് പറയുമ്പോൾ ഇത് കേൾക്കുന്ന സീനിയർ ആണെങ്കിൽ ഇത്രയും സീരിയസോട് കൂടിയിട്ടൊന്നും പറയില്ലേ, കേട്ടിട്ട് പേടിയാകുന്നു എന്ന് പറയുമ്പോൾ ലേഡി സ്റ്റാഫ് അവിടെ ചിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആ ടൈമിലാണ് റിയ ഇങ്ങോട്ട് വരുന്നതും കുറേ ഫുഡ് ഐറ്റംസ് ഓർഡർ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സിനൊക്കെ ആയിരിക്കില്ലേ എന്ന് ചോദിക്കുന്ന സീനിയറിനോട് അല്ല എനിക്ക് എന്ന് പറയുമ്പോൾ ചീറ്റഡേ ആയിരിക്കില്ലേ എന്ന് പറഞ്ഞ് ഇവരിത് ഉണ്ടാക്കാൻ പോകുന്നതും ഇവളുടെ ഉദ്ദേശം മറ്റൊന്നായിരിക്കും കേട്ടോ. അതായത് ഓസ് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ക്യാമറയിൽ നൈസായിട്ട് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നതും ഓസ് ഇതൊക്കെ തന്നെ കാണുന്നുണ്ട്. കിച്ചൺ കാണാനില്ല എന്ന് ഓസ് പറയുന്ന ടൈമിൽ റിയ ആണെങ്കിൽ ഇത് കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്യാൻ നോക്കുന്നതും ഇവർക്ക് ഡൗട്ട് അടിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇവളാണെങ്കിൽ സെൽഫി എടുക്കുക എന്നുള്ള രീതിയിൽ അഭിനയിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും സീനിയർ ആണെങ്കിൽ ഇത് ഓസുവിന്റെ ഫ്രണ്ടാണ്, നമ്മളെ നിരീക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുക എന്ന് പറയുമ്പോൾ ലേഡി സ്റ്റാഫ് ആണെങ്കിൽ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവളെ തീർക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ സീനിയറും ഹ്യൂൻ ആണെങ്കിൽ ഇവളിങ്ങനെ നോക്കുമ്പോൾ ജസ്റ്റ് കിഡിങ് തമാശ പറഞ്ഞതാന്ന് പറയുന്നത് ലേഡി സ്റ്റാഫിനെയാണ് കാണിക്കുന്നത്. റിയ ആണെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങി പിന്നീട് പോകുന്ന ടൈമിൽ ഓസുവിനെ വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇവർ സാധാരണ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്, നിനക്കിപ്പോൾ സന്തോഷമായല്ലോ എന്നൊക്കെ പറയുമ്പോൾ എന്നാലും എനിക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നുന്നുണ്ടെന്ന് ഓസു പറയുമ്പോൾ നിനക്ക് ഭ്രാന്താന്ന് പറഞ്ഞിട്ട് റിയ അവിടെ നിന്നും പോകുന്നതും ഇവരാണെങ്കിൽ നൈസായിട്ട് റിയ എന്താ പറയുന്നതെന്നൊക്കെ കേൾക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് വരുന്ന വൈസി ആണെങ്കിലും അഡ്വൈസറായിട്ടുള്ള ജോലിയൊക്കെ എങ്ങനെയുണ്ട്, നന്നായിട്ടുണ്ടല്ലേ, നീ ഇങ്ങനെ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ നിന്റെ ഈ ടെമ്പററി പൊസിഷൻ ഞാൻ അങ്ങ് പെർമനന്റ് ആക്കി തരും എന്നൊക്കെ പറയുമ്പോൾ പാവം മൂസു അവൾക്ക് നല്ല സന്തോഷമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം എങ്ങനെയാ കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട് അത് ചെയ്യത്തില്ലേ എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് ഈ പണിയൊക്കെ ഇവളുടെ മേത്തങ്ങ് വെച്ച് കെട്ടി കൊടുക്കുകയാണ്. പാവം ഒരുപാട് വർക്ക്സ് ഒക്കെ ഇവൾക്ക് കൊടുക്കുന്നതും അല്ല എനിക്ക് വീട്ടിൽ പോകാൻ ടൈമായി എന്ന് പറയുന്ന ഓസുവിനോട് അതിനെന്താ ഇത് വീട്ടിൽ പോയി ചെയ്താൽ മതി എന്ന് പറഞ്ഞ് വൈസി അത്യാവശ്യം പണി കൊടുത്തിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. പിന്നീട് ക്ലാസ് ഒക്കെ വിട്ട് പിള്ളേരൊക്കെ വീട്ടിലേക്ക് പോകുന്നതും ഈ സെക്യൂരിറ്റി അകത്തേക്ക് പോകുന്നതായിട്ടുള്ളൊരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. യങ്ചു ആണെങ്കിലോ പിന്നീട് ഔട്ടിങ്ങിന് വേണ്ടി പുറത്തേക്ക് പോകുമ്പോൾ അമ്മയാണെങ്കിൽ അല്ലടി നിന്റെ ബ്രദറിന് കുഴപ്പമൊന്നുമില്ലല്ലോ, കുറേയായി വിളിച്ചിട്ട് നിന്റെ അച്ഛനോട് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും മിഷൻ ആണെന്ന് പറയും, അവൻ ഓക്കെ അല്ലേന്ന് ചോദിക്കുമ്പോൾ ഓക്കെ ആണെന്ന് പറയുന്ന മകളാണെങ്കിൽ എന്നെ പറ്റി ഒന്നും ചോദിക്കാനില്ലേ, എൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് അറിയാൻ അമ്മയ്ക്ക് തീരെ താല്പര്യമില്ലെന്ന് ചോദിക്കുമ്പോൾ അതിന് നിനക്കെന്താ കുഴപ്പം, നീ ഓക്കെ അല്ലെന്ന് ചോദിക്കുന്ന അമ്മയോട് ഇത് മാത്രമേ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്നും പോകുമ്പോൾ അമ്മയാണെങ്കിൽ ടെൻഷൻ അടിച്ച് എന്താ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇവൾ മൈൻഡ് ചെയ്യുന്നില്ല. പിന്നീട് ഇവർ അത്യാവശ്യം വലിയൊരു ഹോട്ടലിലാണ് മീറ്റ് ചെയ്യുന്നത്. ഇവളാണെങ്കിൽ എന്ത് വലിയ ഹോട്ട്
സപ്പോർട്ടല്ല, ഇവിടെ ഒരുപാട് പൈസയാകില്ലേ എന്ന് എന്നോട് ചോദിക്കുമ്പോൾ നീ പേടിക്കേണ്ട, പൈസയൊക്കെ ഞാനല്ലേ കൊടുക്കുന്നതെന്ന് പറഞ്ഞ് ഇവർ സംസാരിക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് ഹീസു എത്തുന്നത്. ഇവനാണെങ്കിൽ നല്ല ഹാൻസം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എനയാണെങ്കിൽ സ്കൂളിൻ്റെ ഔട്ട്സൈഡ് വെച്ച് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞത് നന്നായി എന്ന് പറഞ്ഞതും പിന്നീട് ഇവരിരുന്ന് സംസാരിക്കുന്ന ടൈമിൽ ആദ്യം തന്നെ ഇവൻ വന്ന് യങ്ജുവിനോട് പതുക്കെ നേരം വൈകിയില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ലേ എന്ന് പറയുന്നതും ഇത് എന്നെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇവളോടല്ലല്ലോ ചോദിക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും നല്ല ക്ലോസ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, എനിക്ക് ഇയാളെ മുന്നേ അറിയുന്നുണ്ടായിരുന്നില്ല എന്നാണ് യങ്ജു പറയുന്നത്. അല്ല, നിങ്ങളെങ്ങാനും ഡേറ്റിംഗ് ചെയ്യുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇവർ രണ്ടുപേരും സർപ്രൈസ്ഡ് ആകുന്നുണ്ട്. ബെസ്റ്റ് സിസ്റ്ററിനോടും ബ്രദറിനോടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ഹീസു ആണെങ്കിലും അല്ല, നിങ്ങൾ എങ്ങനെ ഇത്രയും ക്ലോസ് ആയി എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ അത് ആക്ച്വലി എന്ന് പറഞ്ഞ് എന്തോന്ന് സംസാരിക്കാൻ വരുമ്പോഴേക്കും യങ്ജു ആകെ ടെൻഷൻ അടിച്ച് ഈ ഫോർക്ക് നിലത്തിടുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ഇവളാണെങ്കിൽ അത് പിന്നെ 10th ഗ്രേഡിൽ ഞാൻ വന്ന സമയത്ത് പുതിയ സ്കൂളായിരുന്നു, അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ യനയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്, അങ്ങനെ ഞങ്ങൾ ക്ലോസ് ആയി എന്നൊക്കെ പറയുന്നതും ശരിയായെന്ന് യനയും അവിടെ പറയുന്നുണ്ട്. പിന്നീട് ഈ ഹീൽസ് ചപ്പൽ ഉപയോഗിച്ചിട്ട് എൻ്റെ കാല് നന്നായി വേദനിച്ചിട്ട് വയ്യ, നീ പോയിട്ട് എനിക്കൊരു ചെരുപ്പ് വാങ്ങിത്താന്ന് പറഞ്ഞ് ഈ ക്രെഡിറ്റ് കാർഡ് എടുത്ത് യങ്ജുവിന് കൊടുക്കുന്ന ടൈമിൽ ഹീസുവിന് കാര്യം ഏറെക്കുറെ മനസ്സിലാകുന്നുണ്ട്. ഹീസുവിന് അങ്ങ് ദേഷ്യം വരുന്നതും യങ്ജു ആണെങ്കിൽ അത് വാങ്ങുന്ന ടൈമിൽ നീ അവിടെ ഇരിക്കേ, നീ ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അത് എനിക്കൊരു തിരിച്ചടിയായിരിക്കും. ഇവളാണെങ്കിൽ ആ ഗന്ധം വിട്ട് ഇവന് നോക്കുന്നതും അതെ ഇപ്പം ഇവിടുന്ന് പോകേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഇവൾക്ക് വേണ്ടി സംസാരിക്കാൻ മാത്രം നിങ്ങൾ തമ്മിൽ എന്ത് റിലേഷൻഷിപ്പ് ഉള്ളതെന്ന് എന്നെ അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിലും നമുക്ക് ഇത് ഇവിടെ വെച്ച് നിർത്താം, അതായിരിക്കും നല്ലതെന്ന് പറയുന്നതും പിന്നീട് ഇവർ തിരിച്ചു പോകുന്ന ടൈമിൽ എനയാണെങ്കിലും ഇന്നത്തെ ദിവസം നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ബായ് ഒക്കെ പറഞ്ഞ് പോകുന്നുണ്ടെങ്കിലും ഇവളുടെ മുഖം കണ്ടാൽ അറിയാം അത്ര ഹാപ്പി ഒന്നും ആയിരിക്കില്ല. ഞാൻ കൗൺസിലിൽ ചേരാൻ പാടില്ല എന്ന് നീ ഇത്രയ്ക്കും വാശി പിടിച്ചതിൻ്റെ കാര്യം എനിക്ക് ഇപ്പം മനസ്സിലായി, എനയായിരുന്നു അല്ലേ അതെന്ന് ഹീസ് ചോദിക്കുന്ന ടൈമിൽ ചേട്ടൻ കണ്ടതൊക്കെ സത്യം തന്നെയാണ്, ഞാൻ അവളുടെ ഒരു സർവൻറ്റ് പോലെയാണ്, പക്ഷേ എനിക്കതിന് കുഴപ്പമില്ല, ഒന്നുമല്ലാത്ത എന്നെ ഈ സ്റ്റുഡൻറ്റ് കൗൺസിലിൽ എടുക്കാൻ കാരണം തന്നെ എനയാണ്. പിന്നെ ഞാൻ അവൾക്ക് കോഫി വാങ്ങിക്കൊടുക്കും, സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട്, അതൊക്കെ ഞാൻ എനിക്ക് ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്, ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നതും ഹീസ് ഇവളിങ്ങനെ നോക്കുന്ന ടൈമിൽ എൻ്റെ കാര്യത്തിൽ കൂടുതലായിട്ട് ഇടപെടേണ്ട ആവശ്യമില്ല, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവൾ അവിടെ നിന്നും പോകുന്നത്. എന്തായാലും ഹീസുവിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. എനെയാണെങ്കിലോ വീട്ടിലേക്ക് എത്തുന്ന ടൈമിൽ അമ്മയോട് ചോദിക്കുന്നുണ്ട് ഹീസുവിന് എന്തുകൊണ്ടാണ് സ്റ്റുഡൻറ്റ് കൗൺസിലിൽ എടുക്കണം എന്ന് അമ്മ പറഞ്ഞെന്ന്. അതായത് ഇവളുടെ ആഗ്രഹപ്രകാരമല്ല കേട്ടോ ഹീസുവിനെ എടുത്തിട്ടുള്ളത്, അമ്മ പറഞ്ഞിട്ടാണ്. അപ്പം അമ്മയാണെങ്കിൽ അതറിയേണ്ട ആവശ്യമില്ല, അല്ല നീ ഇന്ന് പുറത്തേക്ക് പോകുമ്പോൾ എന്തുകൊണ്ടാണ് യങ്ജുവിനെ കൂടെ കൊണ്ടുപോയത്, അതായത് യങ്ജു ഒന്നുമല്ല നിന്റെ താഴെയാണ് കിടക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ, ഇതൊന്നും നല്ല സ്വഭാവമല്ല എന്ന് പറയുന്ന അമ്മയാണെങ്കിൽ മോൾക്കൊരു കാര്യം അറിയോ, നമ്മൾ വളർത്തുന്ന ഈ പട്ടികളുണ്ടല്ലോ അവർ എന്നാണോ നമ്മളെക്കാൾ വളരാൻ ശ്രമിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് തടയണം, അവരെ അങ്ങ് പിഴുതു മാറ്റണം, അല്ലാന്നുണ്ടെങ്കിൽ നാളെ ഒരിക്കലേ അവർക്കും ഹ്യൂമൻസ് ആണെന്നുള്ളൊരു ഫീലിംഗ് വരും, നിന്റെ പൊസിഷൻ അത് മറ്റൊരാൾക്കും വിട്ടുകൊടുക്കരുതെന്നൊക്കെ പറയുന്ന ഒരു അമ്മയാണ് കാണിക്കുന്നത്. അമ്മ അത്ര നിസ്സാരക്കാരിയൊന്നും അല്ല. ഹോട്ടലിൽ ആ മീറ്റിങ്ങിന് ശേഷം ഹീസു ആണെങ്കിൽ നേരെ സ്കൂളിലേക്ക് പോകുന്നതും സ്റ്റുഡൻറ് കൗൺസിൽ റൂമിൽ കയറിയിട്ട് ഇവൻ അന്ന് കിട്ടിയ ആ ഒരു കീ ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് സെർച്ച് ചെയ്യുന്ന ടൈമിൽ പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്നില്ലാട്ടെ. എന്ന അതേ ടൈമിൽ തന്നെ അവിടെയുള്ള ഒരാൾ ഹീസുവിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ സിസ്റ്റത്തിൽ നിന്ന് എടുക്കുന്നതും അതൊരു എൻവലപ്പിലാക്കിയിട്ട് ഇവനുള്ള റൂമിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാരാ ചെയ്യുന്നതെന്ന് അവിടെ കാണിക്കുന്നില്ല. ഇവനാണെങ്കിൽ പുറത്ത് വന്ന് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. എഴുതിയിരിക്കുന്നത് ഹലോ മിസ്റ്റർ ഏജന്റ് ഹീസു എന്നായിരിക്കും. ഇത് കണ്ട് ഇവനാകെ ടെൻഷൻ അടിക്കുന്നതും പിന്നീട് ഹയർ ഒഫീഷ്യൽസിന്റെ അടുത്ത് പോയിട്ട് ഇതിനെപ്പറ്റി പറയുമ്പോൾ നീ എന്തെങ്കിലും അബദ്ധം കാണിച്ചിരുന്നോ, നിന്നെ പറ്റിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നൊക്കെയാണ് സാറ് ചോദിക്കുന്നത്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന ഹീസു ആണെങ്കിൽ എന്തായാലും അവിടെ ഒരാൾക്ക് എന്നെ പറ്റിയിട്ട് നന്നായിട്ട് അറിയാം, അതിലുപരി ഞാൻ ഇന്ന് അവിടെ സെർച്ച് ചെയ്യാൻ വരും എന്ന് പോലും അയാൾക്കറിയാം, അതാണ് സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നതെന്ന് ഹീസു പറയുന്ന ടൈമിൽ സീനിയർ ആണെങ്കിൽ ഇത് ലീക്ക് ഔട്ട് ആയിട്ടുണ്ടായിരിക്കും എന്നാണ് അവിടെ ചോദിക്കുന്നത്. കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന ഈ ഓഫീസർ ആണെങ്കിൽ ഇദ്ദേഹത്തിന്റെ സെക്രട്ടറിയെ വിളിച്ചിട്ട് ഈ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന്റെയും സ്റ്റാഫ്സിന്റെയും ഒക്കെ ഡീറ്റെയിൽസ് എടുക്കാൻ പറയുന്നുണ്ട്. ഇവനാണെങ്കിലും ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് കാണുന്ന അങ്കിളാണെങ്കിൽ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, ഇതുപോലത്തെ സിറ്റുവേഷനിലും നമ്മൾ എപ്പോഴും ചിരിച്ചുകൊണ്ട് വേണം നേരിടാൻ, അങ്ങനെയാകുമ്പോഴല്ലേ നമ്മൾ വലിയ ആളുകളൊക്കെ ആകത്തുള്ളൂ. പിന്നെ ആള് അങ്ങനെ അന്വേഷിക്കണം എന്നൊക്കെ പറയും, നീ നിന്റെ ഹെൽത്തും നിന്റെ ബോഡിയാണ് ഏറ്റവും നന്നായി നോക്കേണ്ടത്, കാരണം നിന്റെ അച്ഛൻ നാളെ തിരിച്ചു വരുന്ന ടൈമിൽ ആളെ എന്നോടാ ചോദിക്കുക, എനിക്ക് ഉത്തരവാദിത്തമൊക്കെ തന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഇവനങ്ങ് സന്തോഷമാകുന്നുണ്ട് കേട്ടോ. പിന്നെ ആ എൻവലപ്പ് ഉണ്ടല്ലോ അതിൽ വല്ല ഫിംഗർ പ്രിന്റ്സും ഉണ്ടെങ്കിൽ അതെടുക്കാൻ പറയുന്ന ഇവനാണെങ്കിൽ നാളെ സ്കൂളിൽ പോയിട്ട് CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുമെന്നാണ് അവിടെ പറയുന്നത്. ഇതേ ടൈമിൽ തന്നെ ഹയർ ഒഫീഷ്യലിന്റെ സെക്രട്ടറി ആണെങ്കിൽ ഡീറ്റെയിൽസ് കൊണ്ടുവന്ന ആളെ കാണിക്കുന്നതും ഒരാളുടെ ഫോട്ടോ കണ്ടിട്ട് ഇയാളാകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസം സ്കൂളിലെത്തുന്ന ഇവനാണെങ്കിൽ ഈ കൗൺസിലിങ്ങിലത്തെ ഒരു മെമ്പർ ആയതുകൊണ്ട് മാത്രമാണ് ഇവന് CCTV ഫുട്ടേജ് കാണിച്ചു കൊടുക്കുന്നത്. ആ ഒരു ദിവസത്തെ ക്ലിപ്പ് മാത്രം ഉണ്ടായിരിക്കില്ല. ഇതെങ്ങനെ
സംഭവിച്ചു എന്ന് ഈ ഓഫീസർ ചോദിക്കുമ്പോൾ ഇന്നലെ സിസ്റ്റം ഇങ്ങനെ റെഡിയാക്കാൻ ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. ഹീസുവിന് ഇതുകൂടി ആകുമ്പോൾ ഡൗട്ട് അങ്ങ് കൂടുകയാണ്. ഇതേ ടൈമിൽ ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന ചെയർവുമൺ ആണെങ്കിൽ പ്രിൻസിപ്പലിനോട് എല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് ചോദിക്കുന്നതും നിങ്ങൾക്ക് എന്താ തോന്നുന്നത് പ്രിൻസി, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രിൻസി ആണെങ്കിൽ അവർക്ക് ഹീസുവിൻ്റെ കയ്യിൽ നിന്ന് എന്തോ ഒന്ന് ആവശ്യമുണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഹീസുവിൻ്റെ ഹെൽപ്പ് ആവശ്യമുണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ എന്തായാലും അത്ര നല്ലതല്ല, എന്തായാലും അയാൾക്ക് എത്രമാത്രം കാര്യങ്ങൾ അറിയാമെന്നുള്ളതിൽ ഞാൻ ഭയങ്കര ആകാംക്ഷയാണെന്ന് പറയുന്നതും എന്തെങ്കിലും സംസാരിക്കുന്നതിനൊരു ക്ലാരിറ്റി അവിടെ കിട്ടുന്നില്ല. ഈ ഷൂട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് മറ്റെവിടെ ആയിരിക്കില്ല കേട്ടോ, നേരത്തെ കാണിച്ച ഒരു എഡിറ്റർ ഉണ്ടായിരിക്കുമല്ലോ, അയാളെ കെട്ടിയിട്ടിട്ട് അയാളുടെ നേരെയാണ് ഈ ഷൂട്ടിംഗ് ചെയ്യുന്നത്. അയാളാണെങ്കിൽ പേടിച്ച് മൂത്ര വരെ ഒഴിക്കുന്നുണ്ട്. ഈ ലേഡി എത്രമാത്രം ക്രൂവൽ ആണെന്ന് ഈ ഒരൊറ്റ സീനോട് കൂടി മനസ്സിലാവുന്നുണ്ട്. ഹീസു ആണെങ്കിലും CCTV ഫുട്ടേജ് ഒക്കെ ആരോ മനഃപൂർവ്വം മാറ്റിയതാണ്, ഞാനിതെന്ന് വന്ന് ചോദിക്കുമെന്ന് അവർക്ക് അറിയാന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പെട്ടെന്ന് ഒരു തീരുമാനത്തിലൊന്നും എത്താൻ പറ്റത്തില്ല, നമുക്കിത് നന്നായിട്ട് തന്നെ അന്വേഷിക്കാന്നാണ് സീനിയർ പറയുന്നത്. അതായത് സ്കൂളിൽ തന്നെയുള്ള ആരോ ഇത് ചെയ്തു എന്നാണ് കേട്ടോ ഹീസു വിശ്വസിക്കുന്നത്. നെക്സ്റ്റ് സീനിൽ ഹോസും ഇവളുടെ ആ ഫ്രണ്ടും കൂടിയിട്ട് ഈ ബുക്സ് ഒക്കെ ലൈബ്രറിയിലേക്കും മറ്റും കൊണ്ടുപോകുന്ന ടൈമിൽ ഒരുപാട് ബുദ്ധിമുട്ടായില്ലെന്ന് ഹോസ് ചോദിക്കുമ്പോൾ ഇല്ലേ എനിക്കിതൊക്കെ ഇഷ്ടമാണെന്ന് പറയുന്നതും എന്തെന്ന് ചോദിക്കുമ്പോൾ അല്ല തൻ്റെ കൂടെ ഇങ്ങനെ വർക്കൊക്കെ ചെയ്യുന്നത് കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നതും ഇവർ രണ്ടുപേരും ഈ ബുക്സ് ഒക്കെ ഇങ്ങനെ ഒതുക്കി വെക്കുന്ന ടൈമിൽ ഹീസുവിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചോ എന്നാണ് ഈ ഫ്രണ്ട് ചോദിക്കുന്നത്. റിയ പറഞ്ഞല്ലേ ഇവളെ കൊണ്ട് തോറ്റു എന്ന് പറയുന്ന ഹോസു ആണെങ്കിൽ മറ്റാരോടും ഇതിനെപ്പറ്റി പറയരുതെന്ന് ഇവൾ അവിടെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോകുന്ന ടൈമിൽ അവിടെ 2003 സ്റ്റുഡൻറ് കൗൺസിലിൻ്റെ ഒരു ബുക്ക് കാണുന്നുണ്ട്. അതെടുത്ത് നോക്കുന്ന ഇവളാണെങ്കിൽ ഒരു ഫോട്ടോ കണ്ടിട്ട് സ്റ്റക്കായി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ അന്ന് നൈറ്റിൽ ഹീസുവിന് ഒരു കോള് വരുന്നുണ്ട് കേട്ടോ. അതായത് ഏജന്റ് ഹീസു എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഇയാളാണെങ്കിൽ എൻ്റെ സംസാരം കേട്ടിട്ട് ഞാൻ ആരാണെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ആളെ മനസ്സിലാകുന്നുണ്ട്. അതായത് ആ സെക്യൂരിറ്റിക്കാരനായിരിക്കോട്ടെ. ഇവനാണെങ്കിൽ ഫോൺ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും റെക്കോർഡ് ചെയ്യാനൊന്നും നോക്കേണ്ട, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, സ്കൂളിലെ റൂഫ് ടോപ്പിലേക്ക് വരേണ്ടി വരും, നീ ഒറ്റയ്ക്ക് വരണം എന്നൊക്കെ പറയുന്നതും പിന്നീട് ഇവനാണെങ്കിൽ സ്കൂളിലേക്ക് വരുന്ന ടൈമിൽ ക്ലോക്കിൽ ആ പെൻഡിലും ഇങ്ങനെ റിങ് ചെയ്യുമ്പോൾ ഇവൻ ആലോചിക്കുന്നത് ധൂമിൻ പറഞ്ഞ കഥയായിരിക്കും. അതായത് സ്കൂളിൽ ആരും ഇല്ലാത്ത ടൈമിൽ ഈ ക്ലോക്ക് അടിക്കുന്നത് കേൾക്കാൻ പാടില്ല, ആ ചോര കണ്ണുകൾ നിന്നെ പിന്തുടരുന്നുണ്ടായിരിക്കും. ഈ സ്റ്റോറി ആലോചിച്ചെടുക്കുന്ന ഇവനാണെങ്കിൽ ഒന്ന് സ്ട്രക്കായി നിൽക്കുന്ന ടൈമിലാണ് തൊട്ട് പിറകിലായിട്ട് എന്തോ ഒന്ന് വന്ന് വീഴുന്നത്. ഇവൻ നോക്കുന്ന ടൈമിൽ ആരായിരിക്കും ആ സെക്യൂരിറ്റിക്കാരൻ ഇങ്ങനെ ചോരയിൽ കുളിച്ചു കിടക്കുന്നതും ഇയാളുടെ കണ്ണുകളാകെ ചോര കണ്ണുകളായിട്ടാണ് കേട്ടോ ഇവന് ഫീൽ ചെയ്യുന്നത്. എന്നാൽ ഇവനെ ആശ്ചര്യപ്പെടുത്തുന്നത് മറ്റൊന്നായിരിക്കും. അതായത് ഈ സെക്യൂരിറ്റിക്കാരൻ്റെ കയ്യിലുള്ളത് തൻ്റെ അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്ന അതേ ഒരു കുഞ്ഞു ഡയറി ആയിരിക്കും. മുന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരുന്നു കുട്ടിയായ ഹീസു അച്ഛൻ ഇത് എടുത്തു കൊടുക്കുന്ന ഒരു സീന്. ഇവന്റെ അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഡയറി ഈ സെക്യൂരിറ്റിക്കാരൻ്റെ കയ്യിൽ എങ്ങനെ വന്നു? ഇതൊരു വലിയ സസ്പെൻസ് ആക്കിയിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്നാൽ ഈ ഒരു സസ്പെൻസ് മാത്രമല്ല കേട്ടോ, മറ്റൊരു സസ്പെൻസ് എക്സ്ട്രാ ക്ലിപ്പിലൂടെ തന്നിട്ടാണ് എപ്പിസോഡ് ശരിക്കും അവസാനിക്കുന്നത്. അതായത് കുട്ടിയായ ഹോസു ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ പയ്യനെ പറ്റി ആലോചിക്കുന്ന സീനൊക്കെ കാണിച്ചിരുന്നു. അത് ഹീസു ആയിരിക്കുന്നു നമുക്ക് ഉറപ്പാണ്. എന്നാൽ ചെറുപ്പത്തിൽ ഹോസുവിന്റെ നേരെ ഇങ്ങനെ ഫുട്ബോൾ എന്തോ വരുമ്പോൾ അങ്ങോട്ട് വരുന്ന ഹീസുവിന്റെ അച്ഛൻ ഇവളെ രക്ഷിക്കുന്നുണ്ട് കേട്ടോ. മോളെ പറ്റി മോൻ എപ്പോഴും പറയാറുണ്ടെന്ന് പറയുമ്പോൾ ഹീസു ആണെങ്കിൽ ഞാൻ എപ്പോഴൊന്നും പറയാറില്ല എന്നവിടെ പറയുന്നതും ഇവർ 3 പേരും ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരു പാസ്റ്റിലെ സീൻ കാണിക്കുന്നതിലൂടെ ഇവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആലോചിക്കാറുള്ള ആ പയ്യൻ ഹീസു തന്നെയാണെന്ന് അവിടെ ഉറപ്പ് വരുന്നുണ്ട്. പക്ഷേ ഈ പേരിങ്ങനെയൊന്നും അല്ല വിളിക്കുന്നത്. എന്തായാലും ഇവൾ നേരത്തെ ഒരു ബുക്കിൽ എന്തോന്ന് കണ്ട് സ്റ്റക്കായി നിൽക്കുന്നത് കാണിച്ചുവല്ലോ, അത് മറ്റൊന്നും ആയിരിക്കില്ല. 2003 സ്റ്റുഡൻറ് കൗൺസിൽ ടീമിൽ ഇതേ ആളിരിക്കുന്നുണ്ട്. ഇവളെ സംബന്ധിച്ചിടത്തോളം അത് ഹീസുവിന്റെ അച്ഛനാണെന്നൊന്നും അറിയത്തില്ല. പണ്ട് പരിചയമുള്ള ഈ ഒരു അങ്കിളിനെ ഇവിടെ കണ്ടതുകൊണ്ടുള്ള ഒരു ആശ്ചര്യമൊക്കെ ആയിരിക്കാം. എന്തായാലും ഗോൾഡ് ബാർ കേസ് അന്വേഷിക്കാൻ വരുന്ന ഹീസുവിന് സ്വന്തം അച്ഛന്റെ ഡയറി സെക്യൂരിറ്റിക്കാരന്റെ കയ്യിൽ നിന്നും കിട്ടുന്നു. അതുപോലെ തന്നെ അച്ഛൻ ഈ സ്കൂളായിട്ട് കണക്റ്റഡ് ആണ്. മൊത്തത്തിൽ അങ്ങ് കൺഫ്യൂഷൻ ആയല്ലേ. എന്തായാലും ഇതുപോലത്തെ സസ്പെൻസ് തന്നിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.